ഹായ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇന്ന് നമ്മൾ രാവിലത്തെ കുറച്ച് വിശേഷങ്ങളാണ്. രാവിലത്തെ രാവിലത്തെ അംഗം കാണാം. ഇന്ന് ഞായറാഴ്ചയാണ്, അത് നീക്കാൻ കുറച്ച് നേരം വൈകി. ഡാൻസ് ക്ലാസ് ഉള്ളതാണ്, അപ്പൊ നേരത്തെ പോകേണ്ടതാണ്. പക്ഷെ എന്താ എല്ലാരും ഉണ്ടാകുമ്പോൾ ഒരു മടിയാണ് ഒന്ന്. പിന്നെ നീക്കലും കുറച്ച് മടിയാണ്. ഞങ്ങൾ ഒറ്റയ്ക്കാണ് ഇപ്പൊ അവിടെ എത്തിയിട്ടുണ്ടാവും കേട്ടോ. എല്ലാരും കൂടി ആകുമ്പോ ഒരു മടിയാണ്, അത് വേറെ കാര്യം. കുട്ടികളൊക്കെ കാണുമ്പോഴേ മടിയായതാണ്. അതങ്ങനെ തന്നെ രാവിലെ നമുക്ക് ഗ്രീൻ പീസ് കറിയും പച്ചരിയൊക്കെ വേണം കേട്ടോ. കലക്കി പറഞ്ഞത് ഒരു കഷ്ണം ക്യാരറ്റ് ഇതിൽ വെച്ചതായിരുന്നു. അതിനിവിടെ നിറച്ച് മൊയിലുകളല്ലേ. മൊയിലുകള് ഒരു ചെറിയ കഷ്ണാല് അതാണ് ഇവിടെ നിന്ന് ഒളിഞ്ഞിരുന്ന് തിന്നിരുന്നതേ. ലച്ചുമോളെ അവൾക്ക് ക്യാരറ്റ് 1 കിലോ കൊടുന്നു കൊടുത്താലും ഓളായിരുന്നു തിന്നോളൂ. നല്ലതൊക്കെ തന്നെയാണ് പച്ചരി ക്യാരറ്റ്. പക്ഷെ ഇന്നലെ മുതൽ മയിലുകളുണ്ടോ ഇവിടെ? എത്ര രാവിലെ ഉണ്ടായിരുന്നോ? ഇടയ്ക്കൊന്ന് വെയിലിറക്കും, പിന്നെ മഴയും. ഇടയ്ക്കൊന്ന് വെയിലിറക്കും. അതിനകത്ത് മതി വെള്ളം തന്നെയാണോ? വെള്ളം മതി, നോക്കിട്ട് വയ്ക്കണേ. ഒന്നുണ്ടാക്കിയല്ലേ ആടാ അമ്മിക്കല്ലോണ്ട് ആൾക്കാര് ഈ പെമ്പിള്ളേരെ എന്തി കാണിക്കുന്നത്. മഞ്ഞപ്പൊടിക്ക് ഇത്ര ബാക്കി നമുക്ക് എന്തെങ്കിലും കിട്ടുന്ന അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാം. എന്താ പറയാ, അപ്പം പറഞ്ഞ പോലെ ദാരിദ്ര്യാണേ. മനോരമ ഞങ്ങളെ എന്ത് തൊട്ടാലും ദാരിദ്ര്യത്തിന്റെ കഥ ഇവിടെ പറയാനോ. അപ്പൊ ഞങ്ങളെ ഇന്നലെ മറ്റേ പട്ടി ചന്തയ്ക്ക് പോയ പോലെ ഇന്നലെ ആന വാങ്ങാ, തോട്ടി വാങ്ങാ എന്നൊക്കെ പറഞ്ഞ് പോയി. ലാസ്റ്റ് ഒരു അവിൽമിൽ കുറിച്ച് പോകുന്നു. പട്ടി ചന്തയ്ക്ക് പോയ പോലെ അതുപോലെ ഇങ്ങോട്ട് പോകും. അതാണ് ഞങ്ങളുടെ കഥ. പിന്നെ എന്താ ഒരുവിധം കടക്കാർക്കൊക്കെ ഇപ്പൊ ഞങ്ങൾ നന്നായിട്ട് അറിയാം. അതെ, ഞങ്ങൾ കേറും ഇറങ്ങും. കൈമ നിറച്ച് മുറിയാണ് അല്ലേ. ഐഫോണിന്റെ കഥയൊക്കെ പറയാന്നാലേ ഒരു സംഭവമാണ്. ഒന്നൊന്നര കഥ ഐഫോണിന്റെ കഥ. ചട്ടി എവിടെ? ചട്ടിയോ? ചട്ടി ഇവിടെ ഉണ്ട്. അതിലൂടെ ഇരിക്കണ്ടേ? സുന്ദരി മണി ചായ തരാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഇവിടെ ചായ ഒന്നുമില്ല. അതെ, ചായ ആവാണ്ട് എങ്ങനെ ഞങ്ങള് ചായ കുടിക്കാൻ ചോദിച്ചാൽ എന്താ പറയാൻ പാടില്ല. ചായ ആവട്ടെ കേട്ടോ. മക്കളെ രാവിലെ തന്നെ ഇവിടെ കാലല്ല കാല മക്കളെ ഭയങ്കര ഒച്ചമൂളിയായിരുന്നു. ഒക്കത്തിന് ആട്ടി പുറത്താക്കി വീഡിയോ എടുത്തിട്ടേ. അവരുടെ ഒച്ചമൂളിയും കൊണ്ട് ഒന്നും കേൾക്കണില്ല. അവരോട് പുറത്ത് പോയി കളിച്ചോളാൻ പറഞ്ഞു. ലക്ഷ്മണൊന്ന് കാണാം. ലച്ചൂരിന്ന് ഏട്ടൻ വന്ന അന്ന് പൂരം പുറപ്പാട് നല്ല മടിയാണ്. ഞാൻ ഇവിടെയാണെങ്കിൽ പൂവ അച്ഛനെ വിളിക്കുന്ന ഓളവിടെ എത്തും. അതങ്ങനെ മറ്റേ എല്ലാ കുട്ടികളും കണ്ടിട്ടാണ്. അച്ഛനും കൂടെ കണ്ടപ്പോഴും ഒക്കെ തീരും പോകുന്ന അച്ഛണ്ട്, കൊച്ചുണ്ട്, ആരൊക്കെണ്ട്? അതെ, കൊച്ചുണ്ട്, അച്ചുണ്ട്, ആച്ചുണ്ട്, അപ്പൂസുണ്ട്. പിന്നെ കുറച്ച് ഞാൻ ചിഞ്ചുട്ടി വരും. അങ്ങനെ എല്ലാരും ഉണ്ടാവും. എല്ലാരും കാണുമ്പോൾ ഒരു മടിയാ. അല്ലെങ്കിൽ മടിച്ചിക്കോ ഓടെയാണ്. നോക്കട്ടെ ഒരു മിനിറ്റ്. ത്രെഡ് ചെയ്യാൻ ആ താത്ത അങ്ങോട്ട് വരാൻ ഇങ്ങോട്ട് വരാൻ പറയട്ടെ. ഇതിലേക്കാണേ കറിക്ക്. ഇതിലേക്ക് ശരിക്കും ക്യാരറ്റും കൂടി വേണം കേട്ടോ. കളർഫുള്ളും ആവും, നല്ല ടേസ്റ്റും ആവും. ഇതിലിപ്പോ ഗ്രീൻ പീസ് ഉണ്ട്, ഉരുളക്കിഴങ്ങുണ്ട്, അല്ലിയുള്ളി, പച്ചമുളക്, ബീൻസ്, ചെറിയൊരു ക്യാരറ്റും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു. അതിലെന്നെ എടുത്താൽ മതിയായിരുന്നു അല്ലേ. ആദ്യം തന്നെ പ്ലാൻ ബി. പാട്ടുപെട്ടികൾ അവിടെ ഓർമ്മയിട്ടുണ്ട്. എന്താ, ഞാൻ പോയിട്ട് ആ പ്രശ്നം ഒന്ന് സോൾവ് ആക്കി തരാം. ഞാൻ CM അല്ല. എന്താ അവിടെ പെരുന്തല്ല് നടക്കുന്നുണ്ട്.
എന്റെ കുക്കറിന്റെ ഞായറാഴ്ച അല്ലേ വെച്ചപ്പോ ഞങ്ങൾ നടന്നിട്ടേ അതീ പാത്രം കഴുകി വെച്ചിട്ട് തന്നെ എന്നും കിടക്കല് ഒഴിക്കണ്ടേ. എന്നാലും എന്താ 12 12:15-ആണല്ലേ വില നിർത്തിയത്. ഞാന് പഞ്ചസാര നമുക്കൊരു വിരുന്നാരുണ്ട് കേട്ടോ. തിളച്ചതിന്റെ ശേഷം നമുക്കൊരു വിരുന്നാരുണ്ട് നമ്മളെ വിരുന്നൊന്നല്ല. അല്ല ഇവിടേക്ക് അവൻ ആദ്യമായിട്ടാണ്. ഒരു വട്ടം വന്നു പോയിട്ടുണ്ട്. നല്ല ആദ്യമായിട്ടാണ്. അപ്പൊ നമുക്ക് വിരുന്നാരനാണ്. അവിടെ അവൻ സ്ഥിരം വീട്ടുകാരനാണ്. അവിടെ ആകുമ്പോ സ്ഥിരം വീട്ടുകാരനാണ്. നമ്മള് കൈ നിറച്ച് മുറിയായിട്ട് മൂറിയിട്ട് വയ്യ. ഒരു വേദന ദേവേ ചെറിയതാണ്. ആരാണ് രാമനെ കുറിച്ച് പുകഴ്ത്തി പറയാം. രാമു പറയാ വെറും വയറ്റിൽ എന്തിനാ അങ്ങനെ പുകഴ്ത്തുന്നു. വീഡിയോ കണ്ണൊക്കെ അറിയാനുണ്ടാവും രാമു. എവിടെ ഈ പാത്രം മാറ്റണം. അതിന്റെ വെള്ളം നോക്കിട്ടോ. ഒരു വട്ടം ഉണ്ടാക്കുമ്പോ അല്ല. അത് ഞാൻ നോക്കാം. ഇന്നലെ തുടങ്ങിയ മഴയാണ് കേട്ടോ. പെരുമഴയാണ്. പെരുമഴ ഇന്നലെ നേരെ കിട്ടിയോ ഇത്? എവിടുന്നാ ദൈവേ ഞാൻ പറഞ്ഞു കൊറേ നേരായി. പോവൊന്നുമില്ല. മക്കളെ അഥവാ കളിച്ചിട്ടൊക്കെ അതേ ഒരു പേടിയുള്ളൂ. ശരി പറഞ്ഞിട്ടില്ല. ഓലിടുന്നത് അറിയില്ലേ. പിന്നെ അവള് തിരയുമ്പോഴേ അപ്പുറത്തേക്ക് ഇട്ടു എന്ന് കേട്ടാ പിന്നെ അവിടെ തിരയണമെന്നുണ്ടെങ്കിൽ JCB കൊടുത്ത് മാന്തേണ്ടി വരും ആദ്യം. അപ്പുറത്തേക്ക് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അതിന്റെ പണി കഴിഞ്ഞിട്ടുണ്ടോ. മഴ കാണിച്ചു കൊടുക്കണം കേട്ടോ ഇടയ്ക്ക്. ഇതെന്തത് ഒരുത്തി കഴിക്കണമെങ്കിൽ ടാസ്ക്. കമ്പിച്ചകിരി വാങ്ങണം. കമ്പിച്ചകിരി കൊണ്ട് കേൾക്കണം. ഇതാണോട്ടോ എളുപ്പപ്പണിയപ്പം, ശീയപ്പം, പച്ചരിയപ്പം. പല പേരുണ്ട് മലപ്പുറം ജില്ലയിൽ ഈ അപ്പത്തിന് അല്ലേ. പലരും പലതാ പറയാ. മലപ്പുറം ജില്ലയിലെ സ്പെഷ്യൽ ചിക്കൻ കറി ഉഷാറാണ്. എളുപ്പപ്പണിയാണ്. നല്ല കറി. ഇതിന് സാമ്പാർ രസടി. പിന്നെ അല്ലെങ്കിൽ ചമ്മന്തി. തേങ്ങാ ചമ്മന്തി എളുപ്പമാണത്. പെട്ടെന്ന് ഇതേപോലെ നേരം വൈകി നീക്കുന്ന ദിവസങ്ങളിലൊക്കെ ഇത് ഭയങ്കര എളുപ്പ പരിപാടിയാ. നല്ല മഴ. മഴ വിളിക്കണേ. മഴ കുറച്ച് കമ്മിയായിട്ടോ. ഇന്നലെ തുടങ്ങിയ മഴ. എന്താണ് ആയോ കിട്ടിയടാ. ഇതേ രാത്രി പാത്രം മോറാത്തോണ്ടേ ലോഡ് പാത്രം ഉണ്ടായിരുന്നു. ഇന്നലെ ലൈവിന് ഇരുന്നിട്ടേ നേരം വൈകി. 12 മണിക്കാണ് ലൈവ് തന്നെ കഴിഞ്ഞത്. അപ്പൊ പിന്നെ പാത്രം മോറാന്നല്ല. പിന്നെ ഞങ്ങള് ചോറൊക്കെ തിന്ന് കിടന്നപ്പോഴേക്ക് 1 മണിയായി. പിന്നെ രാവിലെ മോറാൻ വിചാരിച്ചു. ഇന്ന് ഞായറാഴ്ച അല്ലേ, കുറച്ച് വൈകി നീച്ചാലും കുഴപ്പമില്ലല്ലോ. രാവിലെ മോറാൻ വിചാരിച്ചു. അയ്യോ ലച്ചൂടെ ഡാൻസ് ഉണ്ടായിരുന്നു. ആ പെണ്ണ് പോയിട്ടില്ല കേട്ടോ. അതെ ഭയങ്കര മടി കാണിച്ചിരുന്നു. അത് എന്റെ വീട്ടിൽ പോയാലും ഞാനെങ്ങനെ അത് കുട്ടികളെല്ലാരും കൂടെ കണ്ടപ്പോ അങ്ങനെ മടി വന്നതാണ്. അല്ലെങ്കിൽ അങ്ങനെ മടി കാണിക്കാറൊന്നുമില്ല. പോകണ്ടതാ. അല്ലെങ്കിലും വേറെ കുട്ടികൾ കാണുമ്പോഴേ കുട്ടികൾക്കൊരു മടിയാണല്ലോ എല്ലാത്തിനും. പിന്നെന്താ അവരുടെ കൂടെ ഇരുന്ന് കളിക്കണം. അതന്നെ സംഭവം. അതൊക്കെ തന്നെ. ആകെ മഴക്കാറില്ലേ. എത്ര നേരം മഴ തന്നെയായിരുന്നേ. ഇപ്പൊ മഴ കുറഞ്ഞോട്ടോ. ഇന്നലെ തുടങ്ങിയതാ തുലാമാസം. കന്നിയിൽ തന്നെ തുടങ്ങിയിരിക്കണം തുലാമാസം. തുലാമഴ. അല്ലെങ്കിൽ അമ്മ പറഞ്ഞിരുന്നു തുലാമാസത്തില് മഴ കന്നിയിൽ തന്നെ തുടങ്ങുന്നു. ഇതേ അപ്പം ഉണ്ടാക്കല് സംഭവം എളുപ്പം തന്നെയാണ്. പക്ഷെ അതിങ്ങനെ ഇങ്ങനെ ഓരോന്നോരോന്ന് ആയി വരണമെങ്കിൽ കുറച്ച് സമയം.
4-5 ചട്ടിയൊക്കെ ആ എന്നാ നടക്കും. മൂന്ന് അടുപ്പിൽ ഓരോ ചട്ടി വെക്കുക, എന്നിട്ട് അങ്ങനെ ഒഴിക്കുകയെന്ന് വെച്ചാല് സംഭവം പെട്ടെന്ന് കഴിയും. അല്ല ഒരു ചട്ടിയിൽ തന്നെ ആണെങ്കിൽ മണിക്കൂറുകൾ പിടിക്കും. അതും കുറച്ച് കൂടുതൽ ആൾക്കാരുള്ള വീട്ടിലാണെങ്കിൽ അതിനനുസരിച്ച് ഉണ്ടാക്കണല്ലോ, അപ്പൊ കുറച്ച് മണിക്കൂർ സമയമൊക്കെ പിടിക്കും. ഞാൻ ആദ്യം കഴിഞ്ഞു വന്നപ്പോഴേ ഇത്ര അട്ടി ഉണ്ടാവും പാത്രം. അത്ര ഉണ്ടാക്കും. തികയോ അതില്ലേ, അത് വീട്ടിലന്ന് എല്ലാരും ഉണ്ടല്ലോ, ഞങ്ങളെല്ലാരും ഉണ്ടല്ലോ, അപ്പൊ പിന്നെ നിറയെ ഉണ്ടാക്കും. ആ മധുരം പോലെയാവും ഞങ്ങൾക്ക്. ഞങ്ങൾക്ക് ആ മധുരം പാകണം. എന്റെ മകളെ കരിഞ്ഞ മണക്ക വരുന്നുണ്ട് കേട്ടോ, അത് കുറെ നേരമായി. കൃഷ്ണ ഞാനത് ഓഫാക്കി വെച്ചതായിരുന്നു അല്ലേ? ഇല്ലേ, കുറച്ചിട്ടാ വെച്ചിരുന്നു. അല്ല, ആദ്യം തീ കൂട്ടിയൊക്കെ വെച്ചായിരുന്നു, എന്നിട്ട് ആദ്യം എന്നാ തന്നെ ഞാൻ കുറച്ചെത്താ. ഞാൻ വെച്ചിരുന്നില്ല. അതന്നെയാണ് എന്താ ഒരു മണം ഇങ്ങനെ വരുന്ന പോലെ തോന്നി. അപ്പൊ ഒന്ന് പ്ലാൻ ബി ആയി. ഈശ്വര, കരിഞ്ഞോ? മറ്റേ ഗ്രീൻ പീസ് കറി കരിഞ്ഞു എന്ന് തോന്നുന്നു കേട്ടോ, നമുക്ക് നോക്കി നോക്കാം. ഞങ്ങൾ കരിഞ്ഞതന്നെ തിന്നും. പിക്കും. രാവിലെ തന്നെ ആക്ക വന്നിട്ടുണ്ട് കേട്ടോ, മുരിക്കൻ ത്രെഡ് ചെയ്ത് കൊടുക്കാൻ. ഒരു മിനിറ്റ് വഴിക്കണോ? ചെറിയൊരു ബ്യൂട്ടീഷ്യനും കൂടിയാണ്. അപ്പൊ റെഡി, ചെറിയൊരു ബ്യൂട്ടീഷ്യനും കൂടിയാണ്. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഇമ്മത്തെ പരിപാടിയൊക്കെ ഉണ്ട്. ഒരു പ്ലാൻ ബി കണ്ടോ, ഞാൻ പറഞ്ഞല്ലേ. നോക്കാം, കടലത്തിന്റെ വെള്ളം ഒഴിച്ചത്. എന്താ പറയാ, ഞാൻ തീ കുറച്ച് വെച്ചതായിരുന്നു. ഞാനൊന്നും കൂടി, ഞാൻ എന്റെ ഓർമ്മയിലെ ശേഖരം വെള്ളം ഒന്ന് കുടയിലുണ്ട്, വെള്ളം ഞാൻ മറന്നതാ വെള്ളം. ഒരു പൊടിക്ക് വെള്ളം ഇല്ല, കുഴപ്പമില്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്കാം. ചെറുതായിട്ടൊന്നും വരും, കരിഞ്ഞത്രേ ഉള്ളൂ, കാണിക്കാൻ മാത്രമൊന്നുമില്ല. അതൊക്കെ സ്വാഭാവികമാണ്. ഇതൊക്കെ സ്വാഭാവികല്ലേ, സ്വാഭാവികമായ കാര്യങ്ങളാണ്. അതായിരിക്കട്ടോ. ഇതാ വരുന്നു കുട്ടികളോട് അവിടെ അമ്മർത്ത് അവിടെ അപ്പുറത്ത് കളിക്കുന്നുണ്ട്. എന്താ പറയാ, ഒക്കെപ്പാടെ ഒപ്പാവുമ്പളേ എല്ലാത്തിനും കൂടെ അങ്ങോട്ട് കണ്ണെത്തൂല. അപ്പൊ അതൊക്കെ വീട്ടമ്മമാരുടെ ജീവിതത്തിൽ നടക്കുന്ന സ്വാഭാവികമായ കാര്യം അല്ലേ? അതെ. കട്ടയാണ് ആ മുറിച്ചത്. അത് ഒന്ന് ആയിക്കോട്ടെ, അപ്പൊ കഴിക്കാനാകുമ്പോഴേക്കിന് പോരെ. ഇത് വറവിടണ്ട? വറവിടൊന്നും വേണ്ട, ഞാൻ വെളിച്ചെണ്ണ ഒറ്റിക്കല, വറവിടലില്ല, കടുകിടൂല. ഇത് അങ്ങനെയൊന്നുമില്ല, അത് എന്റെ സ്റ്റൈലാണ്. അത് ഗ്രീൻ പീസ് മസാലയും അതെ മറ്റേ പച്ചരി അപ്പവും എന്തായാലും ഇവിടെ തിന്നാ പോരെ. പേരൊക്കെ ഉണ്ടായിക്കോട്ടെ, ടേസ്റ്റ് ഉണ്ടായാൽ അതേ തിന്നാ മതി. റെഡി, പേരുമ്പോഴൊന്നും വലിയ കാര്യമില്ല. അതെ, ഉപ്പിന്റെ കുറവ് ഞാൻ ഉണ്ടെന്നാവും. ചായ തുറന്നു നോക്കിയപ്പോഴേക്കും മൈൻഡ് കട്ടായി. പഞ്ചസാര അത് ഒരേ സമയത്ത് 10 കാര്യങ്ങൾ പറയുമ്പോ മൈൻഡ് ഒന്ന് ഇതാവും, ഒന്ന് ചാർജായി. ഇതൊന്നും തണുത്തോട്ടെ, ഇപ്പൊ ആരും കുറ്റമൊന്നുമല്ല. അതെ, മനുഷ്യ സഹജമാണ് ഇന്ന് ഫുള്ള് മനുഷ്യ സഹജം ഇതൊക്കെ. ഒരു 10 മിനിറ്റ് അത് കഴിഞ്ഞോട്ടെ, നമുക്കത് അയിമയ്ക്ക് നോക്കാം. ചിലപ്പോ ആലോചിക്കണം, തേങ്ങാപ്പാലുണ്ടെങ്കിൽ തേങ്ങാപ്പാൽ വെച്ചാലാണ് അടിപൊളി. അപ്പൊ നമ്മളെ കയ്യിൽ തേങ്ങാപ്പാലില്ല, വില ആയതുകൊണ്ട് ഞങ്ങള് തേങ്ങ ഒഴിവാക്കിയിട്ട് ഇപ്പൊ സാധാ പാൽ വയ്ക്കണം കേട്ടോ. അപ്പൊ അതങ്ങോട്ട് ഉഷാറാവും. അപ്പൊ അത് പ്ലാൻ ചെയ്യാവും. ദോശ വയ്ക്കുക കേട്ടോ. കണ്ണുകൂടി ദോശ ആൾക്കാരെ കണ്ടുകൂടോ നിങ്ങൾ? ഇല്ല, കണ്ടിട്ടില്ല. ലോകത്ത് ആദ്യമായിട്ട് ദോശ ഇടുന്ന ആൾക്കാർ ഞങ്ങള്. അല്ലാണ്ട് പിന്നെ എന്താ ചെയ്യാ, മൈക്കോട് ഒരു ദിവസത്തെ മതിയായിരുന്നു. മധുരം ഇട്ടോട്ട് വെച്ച് ആ ഭാഗം കൂടെ കട്ടാക്കിയതേ. അയ്യോ അല്ലേ, ഞാനേ എല്ലാരും ഉള്ളതുകൊണ്ട്, അല്ലെങ്കിൽ പിന്നെ ഞങ്ങൾ ഡാൻസിന് കൊണ്ട് സമയം കഴിഞ്ഞു. ചേച്ചിയുടെ അവിടെ എത്തിയപ്പോ വരാട്ടോ. ഓക്കെ ഒരു മിനിറ്റ്. അപ്പൊ സജിതയ്ക്ക് പണി കിട്ടിയിരിക്കുന്നു. എവിടെ ഇപ്പൊ ഞാൻ നൂല് നൂലെടുത്തട്ടെ. രാവിലെ ബ്യൂട്ടീഷ്യൻ പരിപാടി ഉണ്ട് ഇവിടെ, ചെറിയ രീതിയിൽ. അതുകൊണ്ട് എന്തൊക്കെ ചെയ്തിട്ടെന്താ, ദാരിദ്ര്യത്തിനൊരു കുഴപ്പമില്ല. ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ ഓരോരുത്തർ വരും, മുടി വെട്ടി കൊടുക്കുവോ, പിന്നെ മുടി വെട്ടി കൊടുക്കാനും, പിന്നെ പുരികം ത്രെഡ് ചെയ്യാനും അങ്ങനൊക്കെ ഓരോരുത്തർ വരും കേട്ടോ. അതിന്റെ ഇടയിൽ കൂടി അതും നോക്കണം. എന്താ ചെയ്യാ,
സജിത ഒരു ബിസി മേനാണ്. എന്താ പറയാ, എല്ലാതും ഉണ്ട്, എല്ലാതും അറിയാലോ, എല്ലാതും കുറേശ്ശെ അറിയാം ചെറുതായിട്ട്. എല്ലാതും അറിയാം. ഞാൻ താത്താക്ക് വീഡിയോ എടുക്കണത് പറ്റുമോ നമുക്കറിയില്ല. നമുക്ക് വീഡിയോ ത്രെഡ് ചെയ്യണ താത്താക്ക് മുഖം കാണിക്കുന്നത് ഇഷ്ടമാണോന്ന് അറിയില്ല. ചോദിച്ചു നോക്കാം, പറ്റുകയാണെങ്കിൽ അത് കാണിക്കട്ടോ ഒരു ത്രെഡ് ചെയ്യണത്. ഇതാരാ? നല്ല ചായ. ആ ടൗസിന്റെ മുകളിലേക്കോ ഫഹദ് വാസിലേക്കോട്ടെ വള്ളി ടൗസർ ഇട്ടിട്ട്. ഇവിടെ ചെറുക്കന്മാരെ തന്നെ ഉള്ളു. ഫഹദ് ഫാസിലല്ലേ ചായക്കപ്പം പിടിച്ച് ടൗസിന്റെ മുകളിൽ പോയി നിന്നിട്ട് ടൗസർ ഇട്ടിട്ട് കുടിക്കുക. വള്ളി ടൗസർ. ഞങ്ങള് ലൈവില് വരാറുണ്ട് വള്ളി ഇല്ലാത്ത ടൗസർ. ലൈവില് വരലുണ്ട് വള്ളി ഇല്ലാത്ത ടൗസർ. എന്തൊക്കെ ആൾക്കാരെ വരാതറിയോ? പൊട്ടിത്തെറിച്ച് അവിടെ പൊട്ടിത്തെറിച്ച് മരിച്ചവർ, കഴിഞ്ഞ ആഴ്ച തൂങ്ങിച്ചത്തവൻ, എന്തൊക്കെ വരലുണ്ട് വെച്ചിട്ട്. കുട്ടികളെ ഒച്ചമൂളിയൊന്നും കേൾക്കാല്ലോ. ദൈവം ആരെങ്കിലും പിടിച്ചോണ്ടാകുന്നാവും. എന്തിനാ അടിക്കോ എണ്ണ? മറ്റവരുടെ വീട്ടിൽ പോയി അപ്പൂന് ദോശ കൊടുത്തായിരുന്നല്ലോ. അതെടുത്ത് അങ്ങോട്ട് പോയി. ഇതാണെങ്കിൽ എടുത്തോ. പാലേ കട്ട ഏതാണ്? കട്ട ഇനിയത് കട്ട ഇതാവട്ടെ. പ്ലാൻ ബി ഫുൾ വെറൈറ്റിയാണ്. ഞങ്ങള് ഫുൾ വെറൈറ്റിന്റെ ആൾക്കാരല്ലേ. പിന്നെന്താ ആരോട് ഉണ്ടാവാത്ത വെറൈറ്റികളൊക്കെയാണ് ഞങ്ങളോട് ഉണ്ടാവാത്ത. പിന്നെ ഇതെങ്ങനെ വെച്ചിട്ടാ ഈ ചട്ടി ചൂട് ഏറാനും പാടില്ല, എന്നാൽ ചൂട് കമ്മിയാവാനും പാടില്ല. കറക്റ്റ് അതിലിങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടോണം. ഒന്ന് ശ്രദ്ധ തെറ്റിയാല് ചൂട് ഏറിക്കഴിഞ്ഞാൽ അടി പിടിക്കും. അങ്ങനെയൊക്കെ ഉണ്ട്. ഇതിലിങ്ങനെ ഞങ്ങൾ ചായ കുടിക്കാൻ കേട്ടോ. അതെ, അപ്പൊ കുട്ടികളുടെ കഴിഞ്ഞു. കുട്ടികൾ കഴിക്കുന്നൊന്നും എടുത്തില്ല, വീഡിയോ എടുത്തിട്ടില്ല. 11:15 ഞാൻ രണ്ടാമത് ചോറ്. അപ്പൊ ഈ എന്താ കുട്ടികൾ കഴിക്കുന്നൊന്നും എടുക്കാൻ? ഞാൻ എന്നോട് എടുക്കാൻ പറഞ്ഞിരുന്നല്ലേ വീഡിയോ. അതാ ബോക്സിന്റെ വെച്ചാണ്. സമയം ആകെ വഴുകി, എല്ലാം കൊണ്ടും വൈകി. നീക്കാൻ വൈകിയ പിന്നെ അങ്ങനെ തന്നെയാണ്. പിന്നെ എല്ലാത്തിനും വൈകും. ഞായറാഴ്ച ആണല്ലോ, അത് വൈകുമല്ലോ. പിന്നെ ഇന്ന് ഓള് ഡാൻസ് ക്ലാസ്സിനും പോയില്ലല്ലോ, അപ്പൊ ആകെ വൈകി. അതിൻ്റെ അടുത്തുള്ള താത്ത പെരുകുന്ന റെഡിയാണ് നമ്മൾ. അതന്നെ ഒക്കെ പാടെ തിരക്കായി. അപ്പൊ എല്ലാം കൂടി തിരക്കായി. നിങ്ങളെല്ലാരും ചായ കുടിച്ചോ? ഞങ്ങൾ ചായ കുടിച്ചാ. ആരാധകരില്ലേ, അവരൊന്ന് കണ്ടോട്ടെ. എത്ര മാന്തം എന്നെ പൊട്ടിക്കാൻ പറഞ്ഞിട്ടില്ല. ഇവിടെ നിൽക്കും, ഇവിടെ നിൽക്കാം. എന്താ പറയാ, ബെൻസോ അത് ഫോർച്യൂണറൊക്കെ ആയിരിക്കാനാ സാധ്യത. രാമു ചായയുടെ ഇരിക്കാണ് കേട്ടോ. റോയ്സ് റോയൽ അതാവുന്നു. തേങ്ങ വേണ്ടി വന്നിട്ടുണ്ടോ കോളനിയില് എല്ലാരും തേങ്ങ നമ്മളീ പറയുന്ന ഓരോ ആയിരിക്കും പറ്റും. നിങ്ങൾ എന്തെങ്കിലും പരസ്പര ബന്ധമല്ലാണ്ട് ഓരോന്ന് പറയും. ഒന്നുമില്ല, വണ്ടി അവിടെ നിർത്തിയിട്ടപ്പോ കാര്യം പറഞ്ഞു. വണ്ടി നിർത്തിയിട്ട് ഏട്ടൻ നിർത്തിയിട്ടത് ആ ബാക്കിൽ വണ്ടി വന്ന് നിൽക്കുകയാണ്. അപ്പൊ ആ വണ്ടി ഒന്ന് മാറ്റിയിടാൻ വേണ്ടി പറഞ്ഞു. അപ്പൊ ഞങ്ങൾ എത്ര വലിയ ഏത് വണ്ടിയാണ് വന്നത് നോക്കി. അത്രയും സ്ഥലം ഉണ്ട് അവിടെ. അതുകൊണ്ട് പറഞ്ഞതാ. തോന്നുന്നില്ല അതന്നെ. രാമു ചായയോടെയൊക്കെ കഴിഞ്ഞിരിക്കാൻ കേട്ടോ. അങ്ങനെ ഉണ്ടായിരുന്നു ഞങ്ങളെ സ്പെഷ്യൽ അരിദോശയും ഗ്രീൻ പീസ് കറിയും. ഗ്രീൻ ബീൻസ് കറിനെ കുറിച്ചാണ് പറയുന്നത്. പറഞ്ഞു അങ്ങോട്ട് നോക്കി പറയൂ, അവര് കേട്ടെ. ഇതിനാണ് കൂടെ കോമ്പിനേഷൻ എങ്ങനെ ഉണ്ട്? പൊള്ളിയാണോ? എന്നോടല്ല, അവരോട് പറയണം. കോമ്പിനേഷൻ പൊള്ളിയാണ്. പച്ച ഗ്രീൻ പീസിന് വില കൂടുതലാണ്, അതുകൊണ്ട് ഞങ്ങള് ഇതാണ് വാങ്ങാറ്, മഞ്ഞ ഗ്രീൻ പീസ്. പക്ഷെ ടേസ്റ്റിന് കുഴപ്പമൊന്നുമില്ല അല്ലേ? രണ്ട് ഏകദേശം ഒരേ ടേസ്റ്റ് തന്നെ. പക്ഷെ വില ഡബിളാണ്. ഇതിനേക്കാളും ഇരട്ടിയാണ് മറ്റേന്. അതെ. എനിക്ക് ഈ ഗ്രീൻ പീസിനെ കുറിച്ചിട്ട് അറിയണ്ടായിരുന്നല്ലോ കേട്ടോ.
നമ്മളെ പിടിയപ്പടിയത്തെ ആ കാക്കോടെ പറഞ്ഞത് ഇങ്ങനെ ഉണ്ടാക്കും ചെയ്യും. അങ്ങനെ ഈ മഞ്ഞ ഗ്രീൻ പീസ് ഉണ്ട് പാലൊക്കെ ഒഴിച്ചിട്ട് ഇങ്ങനെ ഉണ്ടാക്കും. ആ പാലൊക്കെ ഈസ്റ്റൂലൊക്കെ പാലോക്കി തേങ്ങാപ്പാല് കിട്ടില്ല. ശരിക്കും തേങ്ങാപ്പാലാണ് ഒഴിക്കേണ്ടത്. അപ്പൊ തേങ്ങയ്ക്ക് ഇപ്പൊ വില കൂടുതലായതുകൊണ്ട് ഞങ്ങള് അതവിടെ നിർത്തി വെച്ചു. എന്നിട്ട് സാധാ പാല് ഒഴിക്കും. ഈ പാലോക്കൽ തുടങ്ങി. തേങ്ങാപ്പാൽ ഒഴിച്ചാൽ അതിനേക്കാളും നല്ല ടേസ്റ്റാ അല്ലേ? തേങ്ങയ്ക്ക് ഇപ്പൊ പൊന്നും വിലല്ലേ, നമ്മൾ തേങ്ങയുടെ അടുത്തേക്ക് അടുക്കൂല. അപ്പൊ നമ്മൾ സാധാ പാലുമ്മല് അങ്ങോട്ട് കഴിച്ചു. അഡ്ജസ്റ്റ്മെന്റ് ചെയ്തു. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അങ്ങനെ ഉണ്ടാക്കാത്തവരൊന്നും ഉണ്ടാക്കി വെക്കുമോ കേട്ടോ. റെഡി അത് ഈ ദോശയും കറി നല്ല കോമ്പിനേഷൻ ആണ് കേട്ടോ. നല്ല ടേസ്റ്റ് ആണ്. ഇങ്ങനെ ഉണ്ടാക്കാത്തവരൊന്നും ഉണ്ടാക്കി വെക്കും കേട്ടോ. അതെ. കഴിച്ചു നോക്കി. ഇത് എങ്ങനെ ഉണ്ടെന്ന് കമന്റില് പറയണം കേട്ടോ. ആരും പറയൂ. അപ്പൊ ഇന്നത്തത് ഈ വീഡിയോ ഇവിടെ അടുത്ത് അവസാനിക്കുകയാണ്. ഇന്നത്തെ ചെറിയ വീഡിയോ അവിടെ നിർത്താണോ. നമുക്ക് നല്ല വിശേഷങ്ങൾക്കായിട്ട് നാളെ കാണാം. വലിയ ടാറ്റാ. ബൈ.